അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഇപ്പോൾ ഷേവ് ചെയ്യുകയാണെന്ന് വിചാരിച്ചോ, ഷേവിങ്ങിൻ്റെ റിക്വയർമെൻറ്റ് എന്താണ്? ഷേവ് ചെയ്യുമ്പോൾ നമ്മൾ മിററിൽ നോക്കുന്നതിൻ്റെ റിക്വയർമെൻറ്റ് എന്താണ്? മിറർ എങ്ങനെ ഉണ്ടാവണം? ഭയങ്കര ചെറുതായിട്ട് കാണണോ അല്ല വലുതായിട്ട് കാണുന്നു? ഷേവ് ചെയ്യുന്ന പോർഷൻ വലുതായിട്ട് കാണണം, ചെറുതായിട്ട് കാണണം? കൈകൊണ്ട് പറഞ്ഞേ, വലുതായിട്ട് കാണണം. ഓക്കെ, റിയലി തല കുത്തനെ കാണണോ അല്ല സ്ട്രെയിറ്റ് ആയിട്ട് കാണണോ? സ്ട്രെയിറ്റ് ആയിട്ട് കാണണം. നമുക്ക് സ്ക്രീനിൽ കാണണോ അല്ല മിററിൽ വെർച്വൽ ആയിട്ട് കാണണോ? മിററിൽ വെർച്വൽ ആയിട്ട് കാണണം. അപ്പോൾ സ്ക്രീനിലല്ല കാണണം, വെർച്വൽ ആയിട്ടുള്ള ഇറക്റ്റ് ആയിട്ടുള്ള എൻലാർജ്ഡ് ആയിട്ടുള്ള ഇമേജ് ആണ് വേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ വെർച്വൽ ആയിട്ടുള്ള ഇറക്റ്റ് ആയിട്ടുള്ള എൻലാർജ്ഡ് ആയിട്ടുള്ള ഇമേജ് എവിടെയാണ് ഫോം ചെയ്യണേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. വെർച്വൽ ആയിട്ടുള്ള ഇറക്റ്റ് ആയിട്ടുള്ള എൻലാർജ്ഡ് ഇമേജ് ദേ കിടക്കുന്നു. ദേ വെർച്വൽ ആയിട്ടുള്ള ഇറക്റ്റ് ആയിട്ടുള്ള എൻലാർജ്ഡ് ആയിട്ടുള്ള ഇമേജ് കണ്ട് ഫോം ചെയ്തേക്കണേ. വെൻ കോൺകേവ് മിറർ ഇസ് യൂസ്ഡ് ആൻഡ് ദ ഒബ്ജക്റ്റ് ഇസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് പോൾ. അപ്പോൾ ഒരു കോൺകേവ് മിറർ ഉപയോഗിച്ചു, ഫോക്കസിൻ്റെയും പോളിൻ്റെ ഇടയിൽ നമ്മൾ ഒബ്ജക്റ്റ് വെച്ചു. അപ്പോൾ നമുക്ക് എൻലാർജ്ഡ് ആയിട്ട് മിററിൻ്റെ ഉള്ളിൽ നമുക്ക് ആ സംഭവത്തിനെ കാണാൻ പറ്റും. സോ കോൺകേവ് മിറർ ഇസ് യൂസ്ഡ് ആസ് എന്താണ്? ഷേവിങ് മിററായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇനി അടുത്തത് നോക്കിയേ. കോൺകേവ് മിറർ ആർ യൂസ്ഡ് ബൈ ഡെൻറ്റിസ്റ്റ് ടു സീ ലാർജ് ഇമേജസ് ഓഫ് ടീത്ത്. സെയിം തിങ് അല്ലേ? നമ്മുടെ ഡെൻറ്റിസ്റ്റിനെ എങ്ങനെയാണ് കാണേണ്ടത്? പല്ല് എങ്ങനെയാണ് കാണേണ്ടത്? കുട്ടിയായിട്ടാണോ കാണേണ്ടത്? എടുക്കാൻ പോകുന്ന പല്ല് അങ്ങേര് കുട്ടിയായിട്ട് കണ്ടു കഴിഞ്ഞാൽ അത് അനുഭവിക്കണം നമ്മളല്ലേ? അല്ലേ? അപ്പോൾ വലുതായിട്ട് കാണണം എടുക്കാൻ പോകുന്ന പല്ല്. മാത്രമല്ല വെർച്വലായിട്ട് കാണണം, ഇറക്റ്റായിട്ട്. തല കുത്തനെയല്ല പല്ലിനെ കാണേണ്ടത്, അല്ലേ? അപ്പോൾ ഇറക്റ്റായിട്ട് കാണാം. എവിടെ വെക്കും? അപ്പോൾ കോൺകേവ് മിറർ യൂസ് ചെയ്യും. ഫോക്കസിൻ്റെയും പോളിൻ്റെയും ഇടയിൽ നമ്മൾ പല്ല് വരുന്നത് പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ലിൻ്റെ പൊസിഷൻ അല്ല മാറ്റേണ്ടത്, മിററിൻ്റെ പൊസിഷൻ മാറ്റുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. സംഭവം മനസ്സിലായോ? എന്തുകൊണ്ട് കോൺകേവ് മിറർ ഉപയോഗിക്കുന്നു എന്ന്? യെസ് ആണോ? യെസ് കാണിക്കണ പിള്ളേരെ. യെസ്, ഓക്കെ, ശരി. ഒന്നുകൂടി പറയണമെങ്കിൽ പറഞ്ഞാൽ മതിയേ. ഇനി അതേപോലെ കോൺകേവ് മിറർ ആർ യൂസ്ഡ് ആസ് റിഫ്ലക്റ്റേഴ്സ് ഇൻ ടോർച്ചസ്. കോൺകേവ് മിററിനെ റിഫ്ലക്റ്റേഴ്സ് ഇൻ ടോർച്ചസ് ആയിട്ടും വെഹിക്കിൾസിൻ്റെ ഹെഡ്ലൈറ്റ്സിലും സെർച്ച് ലൈറ്റ്സിലും ഒക്കെ യൂസ് ചെയ്യും. എന്തിനാണ്? പവർഫുൾ ബീം ഓഫ് ലൈറ്റ് കിട്ടാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് എങ്ങനത്തെ ലൈറ്റാണ് വേണ്ടത്? ഇപ്പം ഒരു ലൈറ്റ് ദിയ മ്യൂട്ട് പൊക്ക മോളെ. അപ്പോൾ ഇവിടെ ഞാനൊരു ലൈറ്റ് വെച്ചു എന്ന് വിചാരിച്ചോ. ഇവിടെ ഓക്കെ, ഞാനിവിടെ ഒരു ടോർച്ച് വെച്ചു, ഒരു ലൈറ്റ് ഇവിടെ വെച്ചു എന്ന് വിചാരിച്ചു. ഇങ്ങനെ ഫ്രണ്ടിൽ വെച്ചാൽ ഈ ലൈറ്റ് എല്ലാ ദിക്കിലേക്കും സ്പ്രെഡ് ആവും, അല്ലേ? എല്ലാ ദിക്കിലേക്കും തോന്നുന്ന പോലെ പോവും. അപ്പോൾ ഈ ലൈറ്റ് എന്ന് പറയുന്നത് ബാക്കിലേക്കും വരും. അപ്പോൾ ഈ ബാക്കിലേക്ക് വരുന്ന ലൈറ്റിനെ ഞാൻ റിഫ്ലക്റ്റ് ചെയ്തിട്ട് ഫ്രണ്ടിലേക്ക് അയച്ചു എന്ന് വിചാരിച്ചോ. അപ്പം തന്നെ പവർഫുൾ ബീം ഉണ്ടാവും. അപ്പം ഞാൻ തോന്നുന്ന പോലെ ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നതിനേക്കാളും പാരലായിട്ടാണ് ഞാൻ റിഫ്ലക്റ്റ് ചെയ്ത് വിടുന്നതെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ടുള്ള പാരലായിട്ടുള്ള ഹൈ പവർഫുൾ ബീം എനിക്ക് കിട്ടില്ലേ? വരുന്ന എല്ലാത്തിനെയും പാരലായിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ കിട്ടുമോ ഇല്ലയോ? സോ എനിക്ക് ടോർച്ച് ലൈറ്റസിലാണെന്നുണ്ടെങ്കിലും വെഹിക്കിൾസിലാണെങ്കിലും എനിക്ക് വരുന്ന ലൈറ്റിനെ ഞാനിവിടെ ഒരു മിറർ വെച്ചിട്ട് ഫോക്കസ് ചെയ്തിട്ട് അങ്ങോട്ട് അയക്കാൻ പോവുകയാണ്. ബാക്കിലോട്ട് വരുന്ന സംഭവങ്ങളെ മുഴുവൻ ഫോക്കസ് ചെയ്തിട്ട് അങ്ങോട്ട് അയക്കാൻ പോവാണ്. അപ്പോൾ അയക്കുന്നത് എങ്ങനെയാണ് അയക്കാൻ പോകുന്നത്? പാരലായിട്ട് അയക്കാൻ പോവാണ്. മനസ്സിലായോ? പാരലായിട്ട് അയക്കാൻ പോവാണ്. അപ്പോൾ ഇങ്ങനെ പാരലായിട്ട് അയക്കണമെങ്കിൽ, റിഫ്ലക്റ്റ് ചെയ്തിട്ട് പാരലായിട്ട് പോകണമെങ്കിൽ എൻ്റെ ലൈറ്റ് എവിടെ ഉണ്ടാവണം? ലൈറ്റ് എന്ന് പറയുന്നതാണ് അപ്പോൾ ഒബ്ജക്റ്റ്, ബൾബ് എന്ന് പറയുന്നതാണ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്തതിന് ശേഷം പാരലായിട്ട് പോകണമെങ്കിൽ എൻ്റെ ഒബ്ജക്റ്റ് എവിടെയായിരിക്കണം? ആഫ്റ്റർ റിഫ്ലക്ഷൻ എവിടെയായിരിക്കണം? ഫോക്കസിലായിരിക്കണം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കോൺകേവ് മിറർ ഉണ്ട്. കോൺകേവ് മിറർ എനിക്ക് പുറത്തേക്കാണ് വരേണ്ടത്, എനിക്കൊരു റിയൽ ആയിട്ടുള്ള സംഭവമാണ് വരേണ്ടത്. എനിക്കിവിടെ എൻ്റെ ഇമേജ് ഫോം ചെയ്യേണ്ട കാര്യമില്ല, ബൾബിൻ്റെ ഇമേജ് അല്ല ഫോം ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് വെർച്വൽ ആയിട്ടുള്ള സാധനം അല്ല വേണ്ടത്, എനിക്ക് റിഫ്ലക്റ്റ് ചെയ്തിട്ട് അങ്ങടേക്ക് പോവുകയാണ് വേണ്ടത് എൻ്റെ ലൈറ്റ്. അപ്പോൾ ഞാൻ ഫോക്കസിൽ ബൾബ് വെച്ചു. ഫോക്കസിൽ നിന്നും വരുന്ന ലൈറ്റ് റേസ് മുഴുവനും ഞാൻ അന്ന മിററിൽ റിഫ്ലക്റ്റ് ആയിട്ട് തിരിച്ചു പോകുന്നത് എങ്ങനെയുണ്ടാവും? പാരലായിട്ട് ഉണ്ടാവും. ദെൻ ഇറ്റ് വിൽ ബി എ പവർഫുൾ ബീം. മനസ്സിലായോ കാര്യം എങ്ങനെയാണ്? ഞാൻ എന്തുകൊണ്ടാണ് കോൺവെക്സ് മിറർ യൂസ് ചെയ്യാത്തത്? കോൺവെക്സ് മിറർ ആണെങ്കിൽ ഇതെല്ലാം വെർച്വൽ ഇമേജാണ്. ഈ ബൾബിൻ്റെ ഇമേജസ് ഫോം ചെയ്തുകൊണ്ടിരിക്കും, ഒരു പ്രയോജനമില്ല. എനിക്ക് ഇമേജ് അല്ല വേണ്ടത്, റിഫ്ലക്റ്റ് ചെയ്തിട്ട് പുറത്തേക്ക് എനിക്കത് സ്ക്രീനിൽ വേണം, അല്ലേ? എനിക്ക് ഫ്രണ്ടിലത്തെ സാധനത്തിൽ ആ ലൈറ്റ് കാണാൻ പറ്റണം. അങ്ങനെയായിരിക്കും ഉണ്ടാവണം. സംഭവം മനസ്സിലായോ?
ഇനി അടുത്തത് എന്താണ്? അടുത്തതെന്ന് പറഞ്ഞാൽ concave mirrors are used in doctors' head mirrors to focus light coming from the lamp onto the body parts of patient to be examined by the doctor. അപ്പോൾ ഈ പറയുന്ന പോലെ ഡോക്ടറിന് വ്യക്തമായിട്ട് കാണാൻ പറ്റണം അല്ലേ? ഡോക്ടറിന് വ്യക്തമായിട്ട് കാണാൻ പറ്റണമെങ്കിൽ നല്ല ലൈറ്റ് ഉണ്ടാവണം. അപ്പോൾ ഡോക്ടേഴ്സ് യൂസ് ചെയ്യുന്ന ഹെഡ് മിറർ ഉണ്ടാവും. ആ ഹെഡ് മിററിൽ ആ ബൾബ് ഫോക്കസിലായിരിക്കും. ആ ഫോക്കസിൽ നിന്ന് വരുന്ന സാധനം മിററിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ട് ബോഡി ഓഫ് ദി പേഷ്യൻസിൽ കറക്റ്റായിട്ട് വന്ന് വീഴുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി കറക്റ്റായിട്ട് കണ്ട് ബാക്കി ചികിത്സിക്കാനൊക്കെ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഉണ്ടല്ലോ concave dishes are used in TV dish antennas to receive TV signals from distant communication satellites. അപ്പോൾ ഈ പറഞ്ഞ നമ്മൾ കുറേ സ്ഥലത്ത് TV ഡിഷസ് കണ്ടിട്ടില്ലേ? ഇങ്ങനത്തെ സാധനം കുട പോലത്തെ സാധനം തിരിച്ചു വെച്ചേക്കണ പോലത്തെ, എന്നിട്ട് നടുക്കൊരു റിസെപ്റ്ററും കൂടി ഉണ്ടാവും അല്ലേ? അപ്പോൾ സാറ്റലൈറ്റിൽ നിന്നും സിഗ്നൽ വരും. സാറ്റലൈറ്റിൽ നിന്ന് സിഗ്നൽ വരിക എന്ന് പറഞ്ഞാൽ പാരലൽ ആയിട്ടായിരിക്കും, വളഞ്ഞും തിരിഞ്ഞുമായിരിക്കും വരണേ. ദൂരെ നിന്ന് വരുന്ന റേസ് എപ്പോഴും എങ്ങനെ ഉണ്ടാവും? പാരലലായിരിക്കും. ആ പാരലലായിട്ട് കുടയിൽ വന്ന സാധനം റേസ് വീണിട്ട് എങ്ങോട്ടേക്ക് വരും? എങ്ങോട്ടേക്കാണ് റിഫ്ലക്റ്റ് ചെയ്തിട്ട് പോണേ? പാരലലായിട്ട് വന്ന ഫോക്കസിലേക്ക് വരും. ആ ഫോക്കസിൽ റിസെപ്റ്റർ വെച്ചാൽ മതി. ഈ വരുന്ന പാരലൽ ആയിട്ടുള്ള റേസിനെ മുഴുവനും, എനിക്ക് റിയൽ അല്ല വേണ്ട, ഫോക്കസിൽ വന്ന് വീഴണം ഈ റേസ് മുഴുവനും, അല്ലാതെ എനിക്ക് അതിൻ്റെ ഇമേജ് കിട്ടിയിട്ട് ഒരു പ്രയോജനവും ഇല്ല അല്ലേ? സോ പാരലൽ ആ ഫോക്കസിൽ കൊണ്ടുപോയിട്ട് റിസെപ്റ്റർ വെക്കുക, ആ കുട പോലത്തെ സാധനം അങ്ങ് നിവർത്തി വെക്കുക. അപ്പോൾ ഈ വരുന്ന സിഗ്നൽസിനെ മുഴുവനും റിഫ്ലക്ഷന് ശേഷം കറക്റ്റ് റിസെപ്റ്ററിൽ റിസീവ് ആവും. സംഭവം മനസ്സിലായോ എങ്ങനെയാണെന്ന്? അപ്പോൾ കോൺകേവ് മിറേഴ്സ് ആർ യൂസ്ഡ് ഇൻ എന്താണ്? സാറ്റലൈറ്റ് ഡിഷസ് in order to focus all the signals which are received from the satellites, and they are focused onto the receptor which is kept at the focus എന്ന് പറയാം. Now coming to next one, large concave. നമ്മൾ ഈ സോളാർ എനർജി ഫോക്കസ് ചെയ്യാനായിട്ട് സോളാർ ഫർണസസ് എന്ന് പറയുന്ന സാധനം, ഈ സോളാർ ഫർണസസ് എന്ന് പറയുന്നത് ചൂടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന സാധനം. ചൂടാക്കാനായിട്ട് എന്ത് ചെയ്യണം? സൂര്യനിൽ നിന്ന് വരുന്ന റേസിനെ മുഴുവനും പാരലലായിട്ടുള്ള, സൂര്യൻ എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി കുറേ ദൂരെ ഉള്ളതായത് കാരണം വരുന്ന റേസ് മുഴുവൻ പാരലലാണ്. പാരലലായിട്ടുള്ള റേസിനെ മുഴുവൻ നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടെത്തിക്കണം. അതിന് കോൺകേവ് മിററിന് മാത്രമേ പറ്റുള്ളൂ. അല്ല, ഇപ്പോൾ കോൺകേവ് മിറർ അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ദിസ് ഇസ് ഡൈവേർജ്. ഈ ഭാഗം മാത്രമാണ് നമ്മൾ കാണുന്നത്. നോക്കിയാൽ പാരലലായിട്ട് വരുന്നത് ഡൈവേർജ് ചെയ്തിട്ട് തോന്നുന്ന സ്ഥലത്തേക്കാണ് പോകണേ. ഇറ്റ് ഇസ് നോട്ട് കൺവേർജിങ് ടു വൺ പോയിന്റ്. അതേസമയം ഇതാണെന്നുണ്ടെങ്കിൽ ഇറ്റ് കൺവേർജസ് ടു വൺ പോയിന്റ്. അപ്പം നമ്മൾ കുറേ റിഫ്ലക്റ്റേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? സോളാർ റേസിനെ മുഴുവനും ഒരു ഭാഗത്തേക്ക് ഫോക്കസ് ചെയ്യും സോളാർ ഫർണസിൻ്റെ ഉള്ളിൽ. അപ്പം ലൈറ്റ് ആണെങ്കിലും ചൂടാണെങ്കിലും ഒരു ഭാഗത്ത് ഫോക്കസ്ഡ് ആവും, ആ ഭാഗം ഭയങ്കരമായിട്ട് ചൂടാവുകയും ചെയ്യും. ആൻഡ് ഭയങ്കര ചൂടാണ്, നമുക്ക് സ്റ്റീൽ വരെ ഇതിൻ്റെ ഉള്ളിലിട്ടിട്ട് മെൽറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ആപ്ലിക്കേഷൻ എന്നുള്ളത് പക്ക മനസ്സിലായോ? ഷുവറാണോ? ഡൗട്ട് ഉണ്ടോ? യെസ് എന്ന് പറയാമോ? ഓക്കെ, ഓൾ റൈറ്റ്. ഇനി കോൺവെക്സ് മിററും കൂടി നോക്കിക്കോ. എന്നിട്ട് യൂസസ് ഓഫ് കോൺവെക്സ് മിറർ. അപ്പോൾ ബേസിക്കലി കോൺവെക്സ് മിറർ എന്ന് പറയുന്നത് എങ്ങനത്തെ ഇമേജ് ഫോം ചെയ്യും? നമ്മുടെ കോൺകേവിനെ പോലെ ഡൈവേഴ്സ് ഒന്നും അല്ല കോൺവെക്സ് മിറർ എന്ന് പറയുന്നത്. ആകെപ്പാട് അതിന് ഒരൊറ്റ ധർമ്മമേ ഉള്ളൂ. എന്താണ് സംഭവം? കുഞ്ഞ് ഇമേജ് ഫോം ചെയ്യുക, അതിൻ്റെ ഉള്ളിൽ ഇമേജ് ആയിട്ട് തന്നെ കാണാം. മിററിൻ്റെ ഉള്ളിൽ ഇമേജ് ആയിട്ട് കാണും സംഭവം. മിററിൻ്റെ ഉള്ളിൽ ഇമേജ് ആയിട്ട് കുഞ്ഞതായിട്ട് യൂസ് ചെയ്യുക. വെരി സിമ്പിൾ. അപ്പോൾ അതിൽ തന്നെ എന്താണ്? റെയർ വ്യൂ മിറർ. നമ്മുടെ റെയർ വ്യൂ മിറർ, നമ്മുടെ കാറിൻ്റെ ഒക്കെ റെയർ വ്യൂ മിററിൽ എങ്ങനത്തെ ഇമേജാണ് കാണേണ്ടത്? പുറകിൽ നിന്ന് വരുന്ന ലോറീനെ വലുതായിട്ട് കാണണോ, അല്ല ലോറിയുടെ സൈസിൽ കാണണോ, ലോറീനെ ചെറുതായിട്ട് കാണണോ? എങ്ങനെ കാണണം പിള്ളേരെ? ചെറുതായിട്ട് കാണണം. ഒബ്വിയസ്ലി ചെറുതായിട്ട് കാണണം. സോ ഒബ്വിയസ്ലി എന്തായിരിക്കും യൂസ് ചെയ്യുന്നത്? വെർച്വൽ. നമുക്ക് മിററിൻ്റെ ഉള്ളിലാണ് കാണേണ്ടത്. മിററിൻ്റെ ഉള്ളിൽ കാണണമെങ്കിൽ വെർച്വൽ ഇമേജ് കാണണം. ആക്ച്വലി കോൺകേവ് മിറർ വെച്ചിട്ട് നമുക്ക് വെർച്വൽ ഇമേജ് കിട്ടും, ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ എന്തുകൊണ്ടാണ് കോൺകേവ് മിറർ യൂസ് ചെയ്യാത്തത്? അതിൻ്റെ വെർച്വൽ ഇമേജ് എങ്ങനെ ഉണ്ടാവും? വലുതായിരിക്കും. അപ്പോൾ കോൺകേവ് മിറർ യൂസ് ചെയ്യില്ല. അത് കാരണം നമ്മൾ കോൺവെക്സ് മിറർ യൂസ് ചെയ്യും. മനസ്സിലായോ? ആൻഡ് മാത്രം ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. വൈ ആർ കോൺവെക്സ് മിറേഴ്സ് യൂസ്ഡ്? അയ്യോ എവിടെ പോയി? കോൺവെക്സ് മിറേഴ്സ് യൂസ്ഡ് ഇൻ റെയർ വ്യൂ ആസ് റെയർ വ്യൂ മിറേഴ്സ്. ഒന്ന്, കോൺവെക്സ് മിറേഴ്സ് ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും ഉണ്ടാവുന്നത്, വെർച്വൽ ആയിട്ടുള്ള ഇമേജസ് ആയിരിക്കും ഉണ്ടാവുന്നത്.
അതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. അതിന് കുറേ ഡിസ്റ്റൻസിനെ കുഞ്ഞിതാക്കി കാണിക്കാൻ പറ്റും. സോ ഇമേജ് ഫോം ബൈ കോൺവെക്സ് മിറർ ഹൈലി ഡിമിനിഷ്ഡ് ആണ്, സ്മോളർ ദാൻ ദി ഓബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ നമുക്ക് കുഞ്ഞു മിററിലാണെങ്കിൽ പോലും കാണാൻ പറ്റും. സോ ഈ ഡ്രൈവറിന് കുറേ ഏരിയ ട്രാഫിക്, പുറകിലത്തുള്ള ട്രാഫിക്കിനെ പറ്റി കറക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും എന്ന് പറയാൻ. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ പ്ലെയിൻ മിറർ യൂസ് ചെയ്യാത്തത്. ഇൻഫാക്ട് പ്ലെയിൻ മിറർ ആണെങ്കിൽ പോലും ബാക്കിലുള്ള ട്രാഫിക് നമുക്ക് മര്യാദയ്ക്ക് കാണാൻ പറ്റേണ്ടതാണ്. പക്ഷേ അതിനൊരു ലിമിറ്റ് ഉണ്ട്. കോൺവെക്സ് മിററിൻ്റെ ഏരിയ, വൈഡർ ഏരിയ കവർ ചെയ്യുന്നുള്ളത് കൊണ്ടാണ് വി ആർ യൂസിങ് കോൺവെക്സ് മിറർ. ഓക്കെ, സി കോൺവെക്സ് മിററിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇത്രയുണ്ട്. അതേസമയം പ്ലെയിൻ മിറർ എന്ന് പറയുന്നത് വളരെ നാരോ ഫീൽഡ് ഓഫ് വ്യൂ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും എന്തുകൊണ്ടാണ് കോൺകേവ് മിറർ യൂസ് ചെയ്യാൻ പറ്റാത്തത്? കോൺകേവ് മിറർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് വെർച്വലായിട്ട് വരണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? വലിയ ഇമേജ് ആയിരിക്കും ഉണ്ടാകുന്നത്. അതേപോലെ കോൺവെക്സ് മിററിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെ യൂസ് ചെയ്യുന്ന അറിയാം? ഷോപ്പിലൊക്കെ സെക്യൂരിറ്റി മിറേഴ്സ് ആയിട്ട് അവിടെ നമ്മൾ മോഷ്ടിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് കുറേ മിറേഴ്സ് വെച്ചിട്ടുണ്ടാവില്ലേ? ആ മിറേഴ്സ് എല്ലാം കോൺവെക്സ് മിറേഴ്സാണ്. സെയിം എക്സ്പ്ലനേഷൻ. കുഞ്ഞിതായിട്ട് വൈഡ് ഏരിയനെ ചെറുതായിട്ട് കാണണം, ഇറക്റ്റ് ആയിട്ട് കാണണം. അതിന് വേണ്ടിയിട്ടാണ് കോൺവെക്സ് മിറേഴ്സ് യൂസ് ചെയ്യുന്നത് ഇൻ ഷോപ്സ്. ഓക്കെ, ആസ് സെക്യൂരിറ്റി മിറേഴ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. സംഭവം മനസ്സിലായോ? ഇനി നോക്കിയേ, പ്ലെയിൻ മിററിനെയും കോൺകേവ് മിററിനെയും കോൺവെക്സ് മിററിനെയും തൊടാതെ എങ്ങനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യും? തൊട്ടുകൊണ്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ എളുപ്പമാണ് അല്ലേ? ചുമ്മാ തൊടുമ്പോൾ പ്ലെയിൻ സർഫസ് ആണെങ്കിൽ പ്ലെയിൻ മിറർ, കുഴിഞ്ഞിരിക്കുകയാണെങ്കിൽ കോൺകേവ് മിറർ, ഉണ്ടയായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കോൺവെക്സ് മിറർ. തൊട്ടുകൊണ്ട് എളുപ്പമാണ്. അതേസമയം അല്ലാതെ എങ്ങനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യും? ഒരു റൗണ്ട് വായിച്ചിട്ട് ഓക്കെ ഞാൻ റെക്കോർഡ് ചെയ്തില്ല, അതൊന്നുകൂടി പറഞ്ഞോട്ടെ. അപ്പോൾ ഹൗ ഡു വി ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ പ്ലെയിൻ മിറർ, കോൺകേവ് മിറർ ആൻഡ് കോൺവെക്സ് മിറർ? ഒരു പ്ലെയിൻ മിറർ ആണെങ്കിൽ നമ്മൾ എങ്ങനെ ഇമേജ് നമ്മുടെ ഫ്രണ്ടിൽ വെച്ചാലും സെയിം സൈസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതേസമയം കോൺകേവ് മിറർ ആണെങ്കിൽ നമ്മുടെ മുഖം കിട്ടുമ്പോൾ നമ്മൾ വലുതായിട്ട് കാണും. ബിക്കോസ് കോൺകേവ് മിറർ ഉണ്ടാക്കുന്ന ഇമേജ് എന്ന് പറയുന്നത് ബിഗ് ആയിരിക്കും. നമ്മൾ പടത്തിൽ കണ്ടതുപോലെ ഇറ്റ് വിൽ ബി വെർച്വൽ ആണെങ്കിൽ, അതായത് മിററിൽ എൻ്റെ ഇമേജ് കാണാൻ പറ്റുമെങ്കിൽ അത് ബിഗ് ആയിട്ടായിരിക്കും കാണുന്നത്. അതേസമയം കോൺവെക്സ് മിററിൽ നമ്മുടെ മുഖം കാണാൻ പറ്റുന്ന സമയത്ത് അത് ചെറുതായിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ ചെറിയ ഇമേജ് ആണെങ്കിൽ ഇറ്റ് ഇസ് എ കോൺവെക്സ് മിറർ എന്ന് പറഞ്ഞിട്ട് പറയാം. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയാൽ വി വിഷ് ടു ഒബ്റ്റെയിൻ ആൻ ഇറക്റ്റ് ഇമേജ് ഓഫ് എ object using a concave mirror of focal length 15 centimeter. അപ്പോൾ ഇറക്റ്റ് ഇമേജ് വരണം എന്നുള്ളതിൻ്റെ അർത്ഥം തന്നെ എന്താണ്? കോൺകേവ് മിററിൽ ഇറക്റ്റ് ഇമേജ് വരണമെങ്കിൽ വെർച്വൽ ഇമേജ് ആയിരിക്കണം. ഇപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻ വായിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ തലയിൽ പോകണം. ഇറക്റ്റ് ഇമേജ് കോൺകേവ് മിററിൽ വരണമെങ്കിൽ അതെന്താണെങ്കിലും വെർച്വൽ ഇമേജ് ആയിരിക്കണം. ഫോക്കസ് 15 സെൻറ്റിമീറ്റർ. ഈ പടമാണ് തലയിൽ വരേണ്ടത്. അപ്പം തന്നെ പടം വരയ്ക്കണം. ഫോക്കസ് 15 സെൻറ്റിമീറ്റർ ആയിരിക്കണം. ഇത്രയും തലയിൽ വന്നതിന് ശേഷം ബാക്കി വരിക. വാട്ട് ഷുഡ് ബി ദ റേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് ഓഫ് ദി ഓബ്ജെക്ട് ഫ്രം ദ മിറർ? മിററിൽ നിന്ന് എത്ര ദൂരം വെക്കണം? വിത്തിൻ 15 സെൻറ്റിമീറ്റർ. 15 സെൻറ്റിമീറ്ററിൻ്റെ ഉള്ളിൽ വെച്ചാൽ മാത്രമേ എനിക്ക് വെർച്വൽ ഇമേജ് കിട്ടുള്ളൂ, ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജ് കിട്ടുള്ളൂ. വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ദി ഇമേജ്? നേച്ചർ എന്ന് പറഞ്ഞാൽ വെർച്വൽ ആണോ ഇറക്റ്റ് ആണോ എന്നുള്ളതാണ് നേച്ചർ. വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിരിക്കും നമ്മുടെ ഇമേജ് എന്ന് പറയുന്നത്. Draw the ray diagram to show the image formation of this case. മനസ്സിലായ എങ്ങനെ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് വായിക്കണ്ടേ? ഫസ്റ്റ് നമ്മൾ ഈ സാധനം കാണുമ്പോൾ തന്നെ കോൺകേവ് മിറർ ആണെന്ന് കാണുമ്പോൾ തന്നെ റഫായിട്ട് കുട്ടിയായിട്ട് ഇമേജ് വരയ്ക്കുക. ഓക്കെ, കോൺകേവ് മിറർ ഒരു സൈഡിൽ വരയ്ക്കുക. ഫോക്കൽ ലെങ്ത് 15 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇറക്റ്റ് ഇമേജ്. യു ഗോട്ട് എ ക്ലൂ. ഈ ടേബിളിൻ്റെ എന്തെങ്കിലും ഒരു ഭാഗം നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. ഇറക്റ്റ് ഇമേജ് തന്നാൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി വെർച്വൽ. ഒറ്റ കേസേ ഉള്ളൂ കോൺകേവിൽ വെർച്വൽ ആയിട്ടുള്ളത്. അപ്പോൾ 15 സെൻറ്റിമീറ്ററിൻ്റെ ഉള്ളിൽ അപ്പം തന്നെ തലയിൽ വരണം. ബാക്കി ക്വസ്റ്റ്യനെ വായിക്കാൻ പാടില്ല. എന്താ പ്രശ്നം എന്നറിയോ? മിറേഴ്സിൻ്റെയും ലെൻസിൻ്റെയും ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി വെരി ബിഗ്. ഇത്രയും വലുതാണ് ക്വസ്റ്റ്യൻ. ഇത് ഇത്രയും വായിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ടെൻഷനാവും. അപ്പോൾ അങ്ങനെ വായിക്കാൻ പാടില്ല. ആദ്യം തന്നെ സൊല്യൂഷൻ പതുക്കെ രൂപപ്പെടുത്തി കൊണ്ടുപോവുക, പേപ്പറിൽ എഴുതി കൊണ്ടുപോവുക, കുഞ്ഞതായിട്ട് തലയിൽ വരിക. അപ്പോൾ ബാക്കിയെല്ലാം നമുക്ക് ഫാസ്റ്റായിട്ട് കിട്ടിക്കോളും. ഓക്കെ ആണ്? അപ്പോൾ മനസ്സിലായോ മോളെ? നിനക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം മോളെ ഒന്നുകൂടി. അപ്പോൾ എന്താണ് നമ്മൾ പഠിച്ചത്? ഇപ്പം നമുക്ക് എന്താണ് വേണ്ടത്? വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആണ് വേണ്ടത് എന്നുള്ളത് മനസ്സിലായി. ഇറക്റ്റ് എന്നുള്ള ഒരു ക്ലൂ നമ്മൾക്ക് കിട്ടി. ഇറക്റ്റിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി വെർച്വൽ ആണ്. കോൺകേവ് മിററിൽ ഒരേ ഒരു പൊസിഷനിൽ മാത്രമേ വെർച്വൽ ഇമേജ് ഫോം ചെയ്യുള്ളൂ, ഫോക്കസിൻ്റെയും പോളിൻ്റെയും ഇടയിൽ.
15 സെൻറ്റിമീറ്ററിൻ്റെ ഉള്ളിൽ, മിററിൽ നിന്ന് 15 സെൻറ്റിമീറ്ററിൻ്റെ ഉള്ളിൽ എവിടെ വെച്ചാലും നമുക്ക് വെർച്വൽ ആയിട്ടുള്ള ഇമേജ് കിട്ടും, ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജ് കിട്ടും. മനസ്സിലായോ? ആൻഡ് എങ്ങനെയായിരിക്കും ഇമേജ് ഇസ് ഗോയിങ് ടു ബി, ഈസ് ദ ഇമേജ് ലാർജർ ഓർ സ്മോളർ? എന്തായിരിക്കും? ലാർജർ ആണ്, സ്മോളർ ആണ്? ലാർജ് എന്ന് കാണിച്ചാൽ അല്ലെങ്കിൽ സ്മോൾ എന്ന് കാണിച്ചേ, എന്തായിരിക്കും? ലാർജ് ആയിരിക്കുമോ സ്മോൾ ആയിരിക്കുമോ? കാണിക്കട്ടെ പിള്ളേരെ കൈ കൊണ്ട്. ലാർജ്. ഓക്കെ, ഇതാണ് ലാർജ് ആയിട്ടുണ്ടാവും. പിന്നെ അടുത്തത് ഓക്കെ, ഡ്രോ ദ റേ ഡയഗ്രാം വരച്ച്, എന്താണെങ്കിലും നമ്മൾ ഫുൾ റേ ഡയഗ്രാം വരയ്ക്കേണ്ടത്. ഏത് റേ ഡയഗ്രാമാണ് നമ്മൾ വരയ്ക്കുക? ഈ റേ ഡയഗ്രാം ആയിരിക്കും വരയ്ക്കേണ്ടത്. കറക്റ്റായിട്ട് ആരോ ഇടണം. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ഓക്കെ, നൗ രണ്ട് കേസസ് ഉണ്ട്. ഒന്ന് ഇൻഫിനിറ്റിയിൽ വെക്കണം. ഇൻഫിനിറ്റിയിൽ വെച്ചാലും നമ്മൾ ഈ പറയുന്ന പോലെ ബിഹൈൻഡ് ദ മിറർ അല്ല കേട്ടോ, ഫോക്കസിലായിരിക്കും കിട്ടുന്നത്. അത് കുഴപ്പമില്ല, നമ്മൾ പറഞ്ഞത് തന്നെയാണ് കറക്റ്റ്. ഇനി അടുത്തത് എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. The image formed by a concave mirror is seen to be virtual, erect and larger than the object. Position of the object എവിടെയായിരിക്കും എന്ന് പറഞ്ഞേ. ഇതിൻ്റെയൊക്കെ ആൻസേഴ്സ് തനിയെ എഴുതിയേ. 2, 3, 4 തനിയെ ആൻസേഴ്സ് എഴുതിയേ. അപ്പോൾ എന്തൊക്കെയുണ്ടായിരുന്നേ? ഫസ്റ്റ് പ്രോബ്ലം എന്താണ്? ഇമേജ് ഫോം ബൈ ദ കോൺകേവ് മിറർ ഇസ് വെർച്വൽ, ഇറക്റ്റ്, ലാർജർ ദാൻ ദി ഒബ്ജക്റ്റ്. അപ്പം തന്നെ പടമാണ് വരേണ്ടത്. എത്രാമത്തെ പടമാണ് അത്? ലാസ്റ്റ് പടം അല്ലേ? കോൺകേവ് മിററിലെ ലാസ്റ്റ് എവിടെ ആയിരിക്കണം? ദ ഒബ്ജക്റ്റ് മസ്റ്റ് ദെൻ ബി പ്ലേസ്ഡ് അറ്റ് എന്താണ്? ഫോക്കസിൻ്റെയും പോളിൻ്റെയും ഇടയിൽ, പോൾ ഓഫ് ദ മിറർ ആൻഡ് ഫോക്കസിൻ്റെ ഇടയിൽ. കറക്റ്റായിട്ട് എഴുതിയോ എല്ലാവരും? കറക്റ്റായിട്ട് എഴുതിയോ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? An object is placed at the following distance from the concave mirror of focal length 10 cm. Concave mirror has focal length 10 cm. Where should an object be placed in front of the concave mirror to obtain a real inverted and same size? Same size വരണമെങ്കിൽ എവിടെ പ്ലേസ് ചെയ്യണം? ഓക്കെ, സെൻറ്റർ ഓഫ് കർവേച്ചർ. ഫോക്കസ് തന്നിട്ടുണ്ട്. ഫോക്കസിൻ്റെ കറക്റ്റ് ഇരട്ടിയിലായിരിക്കും സെൻറ്റർ ഓഫ് കർവേച്ചർ ഉണ്ടാവുക അല്ലേ? ഫോക്കസ് 10 ആണെന്നുണ്ടെങ്കിൽ സെൻറ്റർ ഓഫ് കർവേച്ചർ ഇസ് ഗോയിങ് ടു ബി അറ്റ് 20, റൈറ്റ്? സോ ദ ഇമേജ് ഷുഡ് ബി പ്ലേസ്ഡ് അറ്റ് 20 സെൻറ്റിമീറ്റർ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ എഴുതണേ? ഇൻ ഓർഡർ ടു ഫോം എ റിയൽ ഇൻവേർട്ടഡ് ആൻഡ് സെയിം സൈസ് ഇമേജ് ഇൻ എ കോൺകേവ് മിറർ, ദ ഒബ്ജക്ട് മസ്റ്റ് ബി പ്ലേസ്ഡ് അറ്റ് സെൻറ്റർ ഓഫ് കർവേച്ചർ. സോ ദ സെൻറ്റർ ഓഫ് കർവേച്ചർ ഓഫ് ദ കോൺകേവ് മിറർ എന്ന് പറയുന്നത് എവിടെയായിരിക്കും? ഇറ്റ് വിൽ ബി അറ്റ് ട്വൈസ് എ ഫോക്കൽ ലെങ്ത്. അപ്പോൾ 2Fലായിരിക്കും ഉണ്ടാകുന്നത്. ആൻഡ് ഒബ്ജക്ട് ഷുഡ് ബി പ്ലേസ്ഡ് അറ്റ് 20 സെൻറ്റിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് ദ കോൺകേവ് മിറർ. ഓക്കെ, ഞാനിത് നോട്ട് ഇടുമ്പോൾ ഈ പ്രോബ്ലംസ് മാത്രം നോട്ട്ബുക്കിൽ ഒന്ന് എഴുതിയെടുക്കണം കേട്ടോ നിങ്ങൾ. ഓക്കെ, തനിയെ ചെയ്ത് അതേപോലെ സ്റ്റെപ്സ് എഴുതണം. ഓക്കെ, ആൻഡ് ഒബ്ജക്റ്റ് ഇസ് പ്ലേസ്ഡ് അറ്റ് ഫോളോയിങ് ഡിസ്റ്റൻസസ് ഫ്രം ദ കോൺകേവ് മിറർ ഓഫ് ദ ഫോക്കൽ ലെങ്ത്. എവിടെയൊക്കെ വെച്ചു? ഫോക്കൽ ലെങ്ത് 10 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്, കോൺകേവ് മിറർ ആണെന്ന് തന്നിട്ടുണ്ട്. 8 സെൻറ്റിമീറ്റർ का मतलब क्या है? 8 സെൻറ്റിമീറ്ററിൽ വെക്കുകയാണെങ്കിൽ 10 സെൻറ്റിമീറ്റർ, ഇവിടെയാണ് ഫോക്കൽ ലെങ്ത്, ഇത് ഇത്രയും 10 സെൻറ്റിമീറ്റർ ആണ്. 8 സെൻറ്റിമീറ്ററിൽ വെച്ചാൽ വെർച്വൽ ആയിട്ടുള്ള ഇറക്റ്റ് ആയിട്ടുള്ള എൻലാർജ്ഡ് ഇമേജ് ആയിരിക്കും ഉണ്ടാവണേ. ആണല്ലോ? അത് കറക്റ്റായിട്ട് എഴുതി എല്ലാവരും? യെസ്. അടുത്തത് എവിടെയാണ് വെച്ചത്? 15 സെൻറ്റിമീറ്റർ. 10 സെൻറ്റിമീറ്ററിനെക്കാളും അപ്പുറത്താണ്. പക്ഷെ സെൻറ്റർ ഓഫ് കർവേച്ചർ ആണോ? സെൻറ്റർ ഓഫ് കർവേച്ചർ എവിടെയാണ്? 10 സെൻറ്റിമീറ്റർ ആണ് ഫോക്കൽ ലെങ്ത് എന്നുണ്ടെങ്കിൽ 20 സെൻറ്റിമീറ്റർ ആണ് സെൻറ്റർ ഓഫ് കർവേച്ചർ. അതും കൂടി നമ്മൾ നോക്കണം അല്ലേ? അപ്പോൾ 15 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഫോക്കൽ ലെങ്ത്തിൻ്റെ, ഫോക്കസിൻ്റെയും സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെ ഇടയിലാണ്. കാര്യം മനസ്സിലായോ? ഫോക്കസിൻ്റെയും സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെ ഇടയിലാണ്. അപ്പോൾ നമ്മുടെ സംഭവം എവിടെയാണ് ഉണ്ടാവുന്നത്? റിയൽ ആയിട്ടുള്ള ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും ഉണ്ടാവുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നത്? 15 സെൻറ്റിമീറ്റർ ആണ്. 15 സെൻറ്റിമീറ്റർ ആകുമ്പോൾ വിച്ച് പൊസിഷൻ ഓഫ് ദ ഒബ്ജക്ട് വിൽ പ്രൊഡ്യൂസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കിക്കോ. എ ഡിമിനിഷ്ഡ് റിയൽ ഇമേജ്, കുഞ്ഞായിട്ടുള്ള ഡിമിനിഷ്ഡ് റിയൽ ഇമേജ് എവിടെ വെക്കുമ്പോഴാണ് ഉണ്ടാവണേ? ഇതിലേത് സ്ഥലത്ത് വെക്കുമ്പോഴാണ് ഡിമിനിഷ്ഡ് റിയൽ ഇമേജ് ഉണ്ടാവണേ? ആൻസർ പറഞ്ഞേ. ഈ സെൻറ്റിമീറ്ററിന് എന്തുകൊണ്ടാണ് പറയാൻ കാരണം? പറഞ്ഞേ. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഇൻഫിനിറ്റിയിലല്ല നിരുപമ, മറ്റേത് നേരത്തെ നമുക്ക് ഫോക്കസ് 10 എന്ന് തന്നിട്ടുണ്ട്. സെൻറ്റർ ഓഫ് കർവേച്ചർ അപ്പോൾ 20 ആയിരിക്കും. സെൻറ്റർ ഓഫ് കർവേച്ചറിന് അപ്പുറത്ത് വെച്ചാലായിരിക്കും ഡിമിനിഷ്ഡ് ആയിട്ടുള്ള ഇമേജ് ഉണ്ടാവുന്നത്. സോ ദ ആൻസർ ഈസ് ഗോയിങ് ടു ബി 25. രണ്ടാമത്തത് എ മാഗ്നിഫൈഡ് റിയൽ ഇമേജ്. അപ്പോൾ അപ്പുറത്ത്, സിയുടെ അപ്പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഡിമിനിഷ്ഡ് ഇമേജ് ഉണ്ടാവും. സിയിൽ വെച്ചാൽ സെയിം സൈസ് ആയിരിക്കും. സിയുടെയും എഫിൻ്റെയും ഇടയിൽ വെച്ചാൽ മാഗ്നിഫൈഡ് ഇമേജ് ഉണ്ടാവും. റിയൽ ഇൻവേർട്ടഡ് മാഗ്നിഫൈഡ് ഇമേജ് ഉണ്ടാവും. അത് 15 സെൻറ്റിമീറ്റർ. 10ൻ്റെയും
20യുടെയും ഇടയിൽ ഉണ്ടാവണം, വിച്ച് ഇസ് 15 സെൻറ്റിമീറ്റർ. മൂന്നാമത്തേത് എ മാഗ്നിഫൈഡ് വെർച്വൽ ഇമേജ്, അത് ഫോക്കസിൻ്റെ ഉള്ളിൽ തന്നെ വരണം. അതായത് ഫോക്കസ് 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ മിററും ഫോക്കസും തമ്മിലുള്ള ദൂരം 10 ആണ്, അതിൻ്റെ ഉള്ളിലായിരിക്കണം. അതായത് 8 സെൻറ്റിമീറ്ററിൽ വെച്ച വെർച്വൽ ഇമേജ് കിട്ടും. അടുത്തത് ആൻ ഇമേജ് ഓഫ് സെയിം സൈസ് ഷുഡ് ബി കെപ്റ്റ് അറ്റ് ദ സെൻറ്റർ ഓഫ് കർവേച്ചർ. വെരി സിമ്പിൾ. സോ ഷുഡ് ബി കെപ്റ്റ് അറ്റ് 20 സെൻറ്റിമീറ്റർ. മനസ്സിലായല്ലോ എങ്ങനെയാണ് സംഭവം വന്നതെന്ന്? എല്ലാവർക്കും അത്യാവശ്യം കറക്റ്റ് കിട്ടിയോ? ഓക്കെ, മനസ്സിലായില്ല അല്ലേ? പക്ക യെസ് പറഞ്ഞ്. എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഒന്നുകൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം, നോ പ്രോബ്ലം. ഓക്കെ, അടുത്തത് നൗ കമ്മിങ് ടു ദ സൈൻ കൺവെൻഷൻസ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ പ്രോബ്ലം ഫ്രം പ്രോബ്ലംസ് പെർസ്പെക്റ്റീവ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണെന്നറിയോ? എപ്പോഴും നമ്മൾ പോളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ ഈ കാർട്ടിസൻ സൈൻ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം പഠിച്ചിട്ടില്ലേ? നമ്മുടെ ഗ്രാഫിൽ ഇങ്ങനെ ഒരു പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള സൈൻ പഠിച്ചിട്ടില്ലേ? അതിലെപ്പോഴും ഇവിടെ നമുക്ക് ഒറിജിൻ ആയിട്ട് വരും. ഈ ഒറിജിൻ എന്നാണ് നമ്മൾ ലെഫ്റ്റിലോട്ടാണോ പോണേ, റൈറ്റിലോട്ടാണോ പോണേ, മുകളിലോട്ടാണോ പോണേ, താഴോട്ടാണോ പോണേന്ന് ഡിസൈഡ് ചെയ്യണം അല്ലേ? പ്ലസ് എന്ന് പറയുന്ന കാർട്ടിസൻ അതേപോലെയാണ് ഇവിടെ. അപ്പോൾ ഇതിൽ നോക്കിയേ, പോൾ എന്നാണ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യണം. പോളിൽ നിന്ന് നമ്മൾ ലെഫ്റ്റിലേക്കാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ് നെഗറ്റീവ്. പോളിൽ നിന്ന് ഇപ്പുറത്തോട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. പോളിൽ നിന്ന് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ പോസിറ്റീവ് തന്നെയാണ്, പോളിൽ നിന്ന് താഴേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് തന്നെയാണ്. കാർട്ടിസൻ സൈൻ പോലെയാണെന്നുള്ളത് മനസ്സിലായോ എന്താണ് സംഭവം എന്ന്? ഓക്കെ, അപ്പോൾ നൗ കമ്മിങ് ടു ഒബ്ജക്റ്റ്. നമ്മൾ എവിടെയാണ് വെക്കുക? ഒബ്ജക്റ്റ് എപ്പോഴും ഈ സൈഡിലാണ് വെക്കുക. അപ്പോൾ ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് അറിയോ? നോട്ട് എഴുതിക്കോ. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് റെപ്രസെൻറ്റഡ് ബൈ യു, ഇമേജ് ഡിസ്റ്റൻസ് ബൈ വി. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ബൈ യു, ഇമേജ് ഡിസ്റ്റൻസ് ബൈ വി, ഫോക്കൽ ലെങ്ത് എഫ്. ഫോക്കൽ ലെങ്ത്, object distance by u, image distance v, focal length f. height of object ho. ho എന്ന് പറഞ്ഞാൽ h മോളിലും o അതിൻ്റെ താഴെ കുഞ്ഞിതായിട്ടുമാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എൻ്റെ ബോർഡ് എടുത്തോണ്ട് പോയി ho. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെ ഉണ്ടാവുന്നത്. ho കാണിച്ചു തരാം. ho h എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദി ഓബ്ജക്റ്റ്. ഹൈറ്റ് ഓഫ് ദി ഓബ്ജക്റ്റ് h1 എന്നും നമുക്ക് പറയാം. ദേ ഈ 1 എഴുതുന്നതിൻ്റെ അവിടെ ho എന്ന് എഴുതിയാലും മതി. ദേ കണ്ടോ, ഈ ho അല്ലെങ്കിൽ h1 എന്ന് നമുക്ക് പറയാം. ഹൈറ്റ് ഓഫ് ദി ഇമേജ് h2 ഓർ hi എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇത്രയും സംഭവം മനസ്സിലായോ? ഓക്കെ, നോക്കിക്കോ. ഇനി ഓബ്ജക്റ്റിൻ്റെ ദൂരം എന്ന് പറഞ്ഞാൽ യു ആണ്. ഓബ്ജക്റ്റിൻ്റെ ദൂരം നമ്മൾ എന്തെന്നാണ് അളക്കുന്നത്? പോളിൽ നിന്നും ഒബ്ജക്റ്റ് വരെയുള്ള ദൂരം, അതിനെയാണ് നമ്മൾ യു എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ ദൂരം എങ്ങോട്ടാണ് അളക്കുന്നത്? പോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒബ്ജക്റ്റ് വരെ. അപ്പോൾ യു എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നെഗറ്റീവ്. പോളിൽ നിന്ന് ഇങ്ങോട്ടേക്കാണ് പോയേ, അപ്പം നെഗറ്റീവ് ആണ്. ഇനി അതേപോലെ തന്നെ ഹൈറ്റ് ഓഫ് ദി ഓബ്ജക്റ്റ് നമ്മൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യണേ? ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഓബ്ജക്റ്റ് മുകളിലേക്കാണ് പോയത്, പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്ന് മുകളിലേക്കാണ് പോയത്. ഹൈറ്റ് ഓഫ് ദി ഓബ്ജക്റ്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ്. പോസിറ്റീവ് ആണ്, മുകളിലേക്കല്ലേ പോയേ, അപ്പോൾ പോസിറ്റീവ് ആണ്. സംഭവം മനസ്സിലായോ? ഇനി വീണ്ടും നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഞാൻ ഓരോന്നായിട്ട് ചോദിക്കാം കേട്ടോ. നമുക്ക് ഈ സംഭവം നോക്കാം. നോക്കിയേ. ഓക്കെ, ഇനി ഫോക്കസ് ഓഫ് ദി കോൺകേവ്, ഫോക്കൽ ലെങ്ത് ഓഫ് ദി കോൺകേവ് മിറർ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഫോക്കൽ ലെങ്ത് ഓഫ് ദി കോൺകേവ് മിറർ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നെഗറ്റീവ്. നെഗറ്റീവ്. അപ്പോൾ ഡൗട്ട് ഉണ്ടോ എന്തുകൊണ്ട് നെഗറ്റീവ് വന്നു എന്ന്? മനസ്സിലായില്ലെങ്കിൽ അപ്പോൾ ധൈര്യമായിട്ട് പറഞ്ഞോ. നീ എത്ര പ്രാവശ്യം എക്സ്പ്ലെയിൻ പറയുക, ധൈര്യമായിട്ട് പറയണം. അപ്പോൾ പോളിൽ നിന്നും എങ്ങടേക്കാണ് നമ്മൾ പോണേ? ദേ ഇങ്ങനെ. എവിടെയാണ് നമ്മുടെ പ്ലസ് ഉള്ളത്? ദേ നമ്മൾ ദേ ഇങ്ങനെ കുരിശ് വരച്ചു. ഇങ്ങനെയല്ലേ നമ്മൾ കുരിശ് വരച്ചേ? ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കുരിശ് വരച്ചു, കാർട്ടീഷ്യൻ്റെ കുരിശ്. എന്നിട്ട് ഇവിടെ ഒറിജിനിൽ നിന്നും നമ്മൾ ലെഫ്റ്റിലേക്കാണ് പോയത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നെഗറ്റീവ് ആയിരിക്കും പോസിറ്റീവ് ആയിരിക്കും? അപ്പോൾ അല്ല, ലെഫ്റ്റിലേക്ക് പോയാൽ നെഗറ്റീവ് അല്ല. കൺഫ്യൂഷൻ ആയിരിക്കും. പടം മാത്രമേ ഓർമ്മ വരാൻ പാടുള്ളൂ. ഓക്കെ,
ഇനി ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്താണ്? കോൺകേവ് മിററിൻ്റെ ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് എങ്ങനെയാണ്? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഓബ്ജക്റ്റിലേക്കുള്ള ദൂരം നോക്കി, ഓബ്ജക്റ്റിലേക്കുള്ള ദൂരം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നെഗറ്റീവ്. നെഗറ്റീവ്, വെരി ഗുഡ്. അപ്പോൾ നമ്മൾ കുരിശ് വരച്ചിട്ട് ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ നെഗറ്റീവ് വരും. അല്ല വേറെ രീതിയിൽ നോക്കാം, ഇവിടെ നിന്നാണ് ലൈറ്റ് വരുന്നത്, നമ്മൾ പോളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കും ലൈറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോയി. അപ്പോൾ യു ഇസ് നെഗറ്റീവ് ഫോർ കോൺകേവ് മിറർ. ഇൻഫാക്ട് യു ഇസ് നെഗറ്റീവ് ഫോർ എവറിത്തിങ്. യു ഇസ് നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ FI UI. ഇനി നോക്കിക്കോ, ഇനി അടുത്തത് പഠിക്കാൻ പോകുന്നത് വി ആണ്. വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമേജ് ഉണ്ടാവണ ഡിസ്റ്റൻസ്. ഇമേജ് ഉണ്ടാകുന്ന കോൺകേവ് മിററിൽ ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഇമേജ് എവിടെയാണ് ഉണ്ടായേ? ഇമേജിൻ്റെ ഡിസ്റ്റൻസ് എവിടെയാ? നെഗറ്റീവ് ആണോ? കാണുന്നതാണോ അല്ല പറയുന്നതാണോ? അപ്പോൾ ഇത് നോക്കിക്കോ, നമ്മുടെ ഇമേജ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഇമേജിൻ്റെ ഡിസ്റ്റൻസ് വി എത്രയാ? നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? പറഞ്ഞേ. നെഗറ്റീവ്. ഇനി അടുത്തതോ? ഇവിടെയോ? സിയുടെ അപ്പുറത്താണെങ്കിൽ വി നെഗറ്റീവ്. ഇതിലും നെഗറ്റീവ്. സിയിൽ വെച്ചാൽ നെഗറ്റീവ് ആണ്. അതേപോലെ ഫോക്കസിൻ്റെ സിയുടെ അവിടെ വെച്ചാൽ നെഗറ്റീവ്. കാരണം എല്ലാം ഇപ്പുറത്തെ സൈഡിൽ ഉണ്ടാകണേ. കാരണം പോളിൽ നിന്ന് ഇങ്ങോട്ടേക്കാണ് നമ്മൾ വിയുടെ ഡിസ്റ്റൻസ്, അതായത് ഇമേജിൻ്റെ ഡിസ്റ്റൻസ് അപ്പോൾ ഇത് നോക്കിയേ, എല്ലാ ഭാഗത്തും നമ്മൾ വി അളക്കാനായിട്ട് എങ്ങനെയാണ് പോണേ? ഇങ്ങനെ പോളിൽ നിന്ന് ലൈറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് പൊക്കോണ്ടിരിക്കണേ. ആകെപ്പാടെ വി വെർച്വലായിട്ട് വന്നപ്പോൾ പോളിൻ്റെ ഇമേജിനെ അളക്കാനായിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയി. അങ്ങോട്ടേക്ക് പോകുമ്പോൾ വിയുടെ സൈൻ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ കോൺകേവ് മിററിൽ വെർച്വൽ ആൻഡ് ഇറക്റ്റ് വരുന്ന ഒരേ ഒരു കേസിൽ മാത്രം വി ഈസ് പോസിറ്റീവ്, ബാക്കി എല്ലാ കേസിലും വി ഈസ് നെഗറ്റീവ്. സംഭവം മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഒരു ആൻസർ കിട്ടിയെന്ന് വിചാരിച്ചോ. ആൻസർ കിട്ടുമ്പോൾ വി പോസിറ്റീവ് ആയി കോൺകേവ് മിററിന് തന്നിട്ടുണ്ട്. വി പോസിറ്റീവ് ആയാൽ അപ്പം തന്നെ എന്ത് മനസ്സിൽ വരണം? അപ്പം തന്നെ നമ്മുടെ മനസ്സിൽ ഈ അവസാനത്തെ ഫിഗർ വരണം. അപ്പം നമുക്ക് മനസ്സിലാവും ഇമേജ് വി പോസിറ്റീവ് ആണ്, വെർച്വൽ ആണ്, ഇറക്റ്റ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. സംഭവം മനസ്സിലായോ? ഓക്കെ. ഇനി കോൺവെക്സ് മിറർ നോക്കിയേ. കോൺവെക്സ് മിററിൽ എങ്ങനെയാ നോക്കിയേ? കോൺവെക്സ് മിററിൽ ദേ കിടക്കണു. കോൺവെക്സ് മിററിൽ എഫ് എങ്ങനെയാ? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? അപ്പു പറയോ, എഫ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ്. എന്തുകൊണ്ടാണ്? നീ ഡൗട്ട് അടിച്ചിട്ടാണോ പറയണ മോളെ? നോക്ക്, പോളിൽ നിന്ന് വലത്തോട്ടാണ് നമ്മൾ പോയത്. പക്ക. വെരി ഗുഡ്. എഫ് പോസിറ്റീവ് ആണ്. അപ്പോൾ റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ പോസിറ്റീവ് വന്നു. അതുപോലെ തന്നെ ഇമേജ് എവിടെയാണ് ഫോം ചെയ്തേ? ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്താണ്? യു എന്താണ്? യു പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നിരുപമ? നെഗറ്റീവ്. ഡെഫിനറ്റ്ലി നെഗറ്റീവ്. ദിയ, വി എന്താണ്? വി ഫസ്റ്റ് കേസിൽ വി എന്ന് പറയണത് നോക്കിയേ, ഇവിടെ നിന്ന് പോസിറ്റീവ്. വെരി ഗുഡ്. രണ്ടാമത്തെ അപ്പോൾ അതേപോലെ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ് ആണ്. രണ്ടാമത്തെ കേസ് ഫോക്കസ് എന്താണെങ്കിലും പോസിറ്റീവ് തന്നെയാണ്. യു എന്താണ്? ഹൈറ്റ് പോസിറ്റീവ് തന്നെ. എവ്രിവെയർ ഓബ്ജക്റ്റിന് നമ്മൾ തലകുത്തനെ വെക്കില്ല. എവ്രിവെയർ ഹൈറ്റ് ഓഫ് ദ ഓബ്ജക്റ്റ് ഈസ് ഗോയിങ് ടു ബി പോസിറ്റീവ്. ഓക്കെ, ഹോൾഡ് ആണ് ഒരു സെക്കൻഡ്. എപ്പോഴും ഹൈറ്റ് ഓഫ് ദ ഓബ്ജക്റ്റ് ഈസ് ഗോയിങ് ടു ബി പോസിറ്റീവ് എന്ന് പറയുകയാണെ. ഹൈറ്റ് എപ്പോഴും ഓബ്ജക്റ്റിന് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും വെക്കണം. സോ ഹൈറ്റ് ഓഫ് ദ ഓബ്ജക്റ്റ് ഈസ് ഗോയിങ് ടു ബി പോസിറ്റീവ്. അതുപോലെ ഇനി നോക്കിക്കോ, ഓബ്ജക്റ്റിനെ എപ്പോഴും മിററിൻ്റെ ഫ്രണ്ടിലാണ് വെക്കുന്നത്. അത് കാരണം ഓബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ് വിച്ച് ഇസ് യു ഇസ് ഓൾവേസ് ഗോയിങ് ടു ബി നെഗറ്റീവ്. ഓക്കെ, എപ്പോഴും യു എന്ന് പറയുന്ന എല്ലാ കേസസിലും നെഗറ്റീവ് ആയിരിക്കും. ഹൈറ്റ് ഓഫ് ദി ഓബ്ജക്റ്റ് എല്ലാ കേസസിലും പോസിറ്റീവ് ആയിരിക്കും. നൗ രണ്ടാമത്തെ കേസിൽ കോൺവെക്സ് മിററിൻ്റെ ഫോക്കൽ ലെങ്ത് എപ്പോഴും പോസിറ്റീവ് തന്നെയാണ്. ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് നെഗറ്റീവ് തന്നെയാണ്. രണ്ടാമത്തെ കേസിൻ്റെ വി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? രണ്ടാമത്തെ കേസിൻ്റെ വി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ?
പോസിറ്റീവ് ആണ്, അപ്പുറത്തെ സൈഡിലാണ് ഫോം ചെയ്യുന്നത്. ദാറ്റ് ഈസ് കോൺവെക്സ് മിററിൽ നോക്കിയേ എപ്പോഴും ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണ്, വി എന്ന് പറയുന്നതും പോസിറ്റീവ് ആണ്. മനസ്സിലായോ? എഫ് പോസിറ്റീവ് ആണ്, വിയും പോസിറ്റീവ് ആണ് കോൺവെക്സ് മിററിൽ. ഓക്കെ, പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ മിററിൻ്റെ കേസിൽ എന്താണ് അർത്ഥം? എവിടെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത്? മിററിൻ്റെ പുറകിലാണ്, വെർച്വലായിരിക്കും ഫോം ചെയ്യുന്നത്. ഇത് പക്കായിട്ട് മനസ്സിലായോ എന്താണ് സംഭവം എന്ന്? ഓക്കെ, ഇമേജ് ആണ് തലയിൽ വരേണ്ടത്. നിങ്ങൾ കാണാതെ പഠിച്ച ഇത് ഫുൾ കൺഫ്യൂഷനാണ്. നമ്മൾ സമയം എടുത്തിട്ട് ഇത് പഠിക്കും, തറവായിട്ട് ഇത് പഠിക്കുള്ളൂ. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കും. ഇനി ഈ ക്വസ്റ്റ്യൻ ഇനി ഇതിൻ്റെ കൺവെൻഷൻ നോക്ക്, സൈൻ കൺവെൻഷനാണ് പഠിക്കാൻ പോകുന്നത്. എല്ലാ ഡിസ്റ്റൻസും നമ്മൾ പോളിൽ നിന്നാണ് മെഷർ ചെയ്യുന്നത്. പോളിനെയാണ് നമ്മൾ ഒറിജിൻ ആയിട്ട് എടുക്കുന്നത്. ഡിസ്റ്റൻസ് മെഷേർഡ് ഇൻ ദ സെയിം ഡയറക്ഷൻ ആസ് ദാറ്റ് ഓഫ് ദ ഇൻസിഡൻറ്റ് ലൈറ്റ് ടേക്കൺ ആസ് പോസിറ്റീവ്. ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ അതേ ഡയറക്ഷനിലാണ് നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് എടുക്കും. നോക്കിയേ, ലൈറ്റ് ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് എങ്ങനെയാണ് മെഷർ ചെയ്തത്? ലൈറ്റ് പോകുന്ന ഡയറക്ഷനിൽ മെഷർ ചെയ്ത ഡിസ്റ്റൻസ് ഇസ് പോസിറ്റീവ്. പക്ഷേ ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ടേക്കൺ ആസ് നെഗറ്റീവ്. ഓക്കെ, okay, distance is measured against the direction of the incident light, it is taken as negative. Distance is measured upward and perpendicular to the principal axis is taken as positive. Distance is measured downward and perpendicular to the principal axis are taken as negative. Ee sign convention pakka manasilayo? Full manasilayo? Yeah, very good. Okay, now okay, ini talkala avada nikkate idile. Okay, ini mirror formula edithikko. Mirror formula 1 by v plus 1 by u. 1 by f is equal to 1 by v plus 1 by u. 1 by f is equal to 1 by v plus 1 by u. അതിൽ f എന്താണ്? ഫോക്കൽ ലെങ്ത്. u is object distance from pole. v is image distance from pole. V is image distance from pole. ഇത് കഴിഞ്ഞിട്ട് ലെൻസ് ഫോർമുല എന്ന് എഴുതിയ ലെൻസ് ഫോർമുല 1 by f is equal to 1 by v minus 1 by u. 1 by v minus 1 by u. സ്കെച്ച് പെൻ എടുത്തോ എല്ലാവരും? ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുണ്ടാവും. ലെൻസിന് ഏതാണ് ഉപയോഗിക്കേണ്ടത്, അതേപോലെ തന്നെ മിററിന് ഏതാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? മിറർ ഫോർമുല 5 പ്രാവശ്യം എഴുതുമ്പോൾ മിറർ ഒരു ഇതിലെഴുത്. ഇതിൻ്റെ ഫോർമുലയുടെ ഉണ്ടല്ലോ, ഫോർമുലയുടെ ഈ എഫിൻ്റെ ഈ ഭാഗം മാത്രം പ്ലസ് വേറെ കളറിൽ കൊടുക്കണം. ഫോർമുലയുടെ എഫിൻ്റെ ഈ ഭാഗം മാത്രം വേറെ കളറിൽ കൊടുക്കണം. 1 by f is equal to 1 by v. ഈ പ്ലസ് സെയിം കളറിൽ കൊടുക്കണം. ബാക്കി എല്ലാം ഒരേ ഇതിൽ എഴുതിയിട്ട് ഈ പ്ലസും എഫിൻ്റെ പ്ലസും ഒരേപോലെ കൊടുക്കണം. 1 by v plus 1 by u. ഓക്കെ, ഇനി ലെൻസ് ഫോർമുലയിൽ നോക്കിയേ, എല്ലിൻ്റെ താഴത്തെ മൈനസ് ഉണ്ടല്ലോ, എല്ലിൻ്റെ താഴത്തെ മൈനസ് ഒരു കളറിൽ കൊടുക്കണം. 1 by f is equal to 1 by v മൈനസ്, ആ മൈനസും എല്ലിൻ്റെ താഴത്തെ മൈനസും സെയിം കളറിലായിരിക്കണം. 1 by v minus 1 by u അങ്ങനെ കൊടുക്കണം. ലെൻസ് ഫോർമുല, മിറർ ഫോർമുല ഇതേപോലെ കളറിട്ടിട്ട് 10 പ്രാവശ്യം എഴുതിക്കോ. ലെൻസ് ഫോർമുല ഇതേപോലെ എല്ലിൻ്റെ താഴത്തെ വരയ്ക്ക് മൈനസും 1 by v മൈനസ് സെയിം കളറിൽ അതിട്ടിട്ട് 10 പ്രാവശ്യം ഇപ്പം എഴുതിക്കോളൂ, അല്ലെങ്കിൽ ഭാവിയിൽ വൺ കൺഫ്യൂഷൻ ആയിരിക്കും. നോക്കിക്കോ, മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനം കൂടിയുണ്ട്. അപ്പോൾ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാം, എത്രത്തോളം വലുതായി അല്ലെങ്കിൽ ചെറുതായി. അപ്പോൾ റേഷ്യോ ഓഫ് എന്താ പറയുക, എത്രമാത്രം ഇമേജിൻ്റെ ഹൈറ്റ് ഉണ്ടായി, എത്രമാത്രം ചെറുതായി, അതിനെയാണ് നമ്മൾ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ മാഗ്നിഫിക്കേഷൻ ഇസ് ആക്ച്വലി ലീനിയർ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റേഷ്യോ ആണ്. 2 രീതിയിൽ മാഗ്നിഫിക്കേഷൻ നമുക്ക് കണ്ടുപിടിക്കാം. ഒന്ന് ഹൈറ്റ് ഓഫ് ദ ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദി ഓബ്ജക്റ്റ്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് അറിയോ, മിററിൻ്റെ മാഗ്നിഫിക്കേഷന് മൈനസ് വി ബൈ യു, ഇമേജ് ഡിസ്റ്റൻസ് ബൈ ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ്, അതിൻ്റെ റേഷ്യോയും സെയിം ആയിരിക്കും.
ഓക്കെ. മാഗ്നിഫിക്കേഷൻ മിററിൻ്റെ ആണെങ്കിൽ മിറർ ഫോർമുല എന്താണ്? 1/f = 1/v + 1/u ആണ്. അപ്പോൾ മാഗ്നിഫിക്കേഷൻ -v/u എന്ന് വരും. ലെൻസിൻ്റെ ഫോർമുല എന്താണ്? ലെൻസിൻ്റെ ഫോർമുല 1/v - 1/u ആണ്. അപ്പോൾ അതിൻ്റെ മാഗ്നിഫിക്കേഷൻ +v/u എന്ന് വരും, തിരിച്ചു വരും. മനസ്സിലായോ? ഓക്കെ. മിററിൻ്റെ മാഗ്നിഫിക്കേഷൻ മിറർ ഫോർമുലയിൽ 1/f = 1/v + 1/u അല്ലേ? മാഗ്നിഫിക്കേഷൻ = എന്ന് എഴുതിക്കോ. മാഗ്നിഫിക്കേഷൻ = മിററിൻ്റെ അവിടെ മിറർ മാഗ്നിഫിക്കേഷൻ = മിറർ ഫോർമുലയിൽ പ്ലസ് ആണ്, അതുകൊണ്ട് മാഗ്നിഫിക്കേഷൻ ഇസ് -v/u വിച്ച് ഇസ് ഓൾസോ hi/ho. അത് പ്ലസ് തന്നെയാണ്. ഓക്കെ. രണ്ട് സ്ഥലത്തും ഇൻഫാക്ട് പ്ലസ് തന്നെയാണ്, hi/ho. ഓക്കെ. ഇനി ലെൻസ് മാഗ്നിഫിക്കേഷൻ = +v/u. അതെന്തുകൊണ്ടാണ്? ലെൻസ് ഫോർമുലയിൽ 1/v - 1/u ആണ്. അപ്പോൾ മാഗ്നിഫിക്കേഷൻ = +v/u ആയിരിക്കും വരുന്നത്. മനസ്സിലായോ? തിരിച്ചു മറിച്ച് മനസ്സിലായോ? അപ്പോൾ വാട്ട് ഈസ് ലീനിയർ മാഗ്നിഫിക്കേഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൻ്റെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നോക്കാം, നിൽക്കുക. ഓക്കെ. അപ്പോൾ മിറർ ഫോർമുല എന്ന് പറഞ്ഞാൽ 1/v + 1/u = 1/f. അതിൽ v എന്ന് പറയും. ഇതിൽ ഒന്നിലും കാർട്ടീഷ്യൻ സൈൻ ഇല്ല. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം, അതവിടെ ഇരിക്കട്ടെ. ഇനി ലീനിയർ മാഗ്നിഫിക്കേഷൻ്റെ ഡെഫിനിഷൻ എന്താണ്? ലീനിയർ മാഗ്നിഫിക്കേഷൻ മീൻസ് it is the ratio of image distance to the object distance. Ratio of image distance to the object distance with a minus sign. അതിനാണ് നമ്മൾ ലീനിയർ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വേറൊരു രീതിയിൽ നമുക്ക് ഈ ലീനിയർ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാം. ഹൈറ്റ് ഓഫ് ദ ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ. ഇനി വെർച്വൽ ഇമേജ് എന്ന് പറയുന്നത് മിററിൻ്റെ വെർച്വൽ ഇമേജ് എപ്പോഴും ഇറക്റ്റ് ആയിട്ടല്ലേ ഉണ്ടാവുക. മിററിൻ്റെ വെർച്വൽ ഇമേജ് ആണ് ഫോം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇറക്റ്റ് ആയിരിക്കില്ലേ? ഇറക്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇമേജ് ഡിസ്റ്റൻസ് എങ്ങനെയായിരിക്കും? ഇമേജ് hi എങ്ങനെയായിരിക്കും? ഇറക്റ്റ് ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് ആയിരിക്കോ? വെർച്വൽ ആണെങ്കിൽ hi പോസിറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് ആയിരിക്കോ? പോസിറ്റീവ്. കാരണം എന്താ നോക്കിയാൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് വന്നതെന്ന്. എല്ലാവരും ഒരു വഴിയായിരിക്കാം. വെർച്വൽ ആണെങ്കിൽ ഇറക്റ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ടല്ലേ ഉണ്ടാവുക. പക്ഷെ അതേ സമയം തല കുത്തനെയാണ് റിയൽ ഇമേജസ് ഉണ്ടാവുന്നത്. അങ്ങനെയാണെങ്കിൽ hi തല കുത്തനെയാണ് ഉണ്ടാവുകയെന്നുണ്ടെങ്കിൽ hi ഈസ് നെഗറ്റീവ്. സ്ട്രെയിറ്റ് ഇറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ hi ഈസ് പോസിറ്റീവ്. മനസ്സിലായോ? ഓക്കെ. ഇത്രയും സംഭവം മനസ്സിലായി. ഇനി മാഗ്നിഫിക്കേഷൻ നമുക്ക് കണ്ടുപിടിച്ചിട്ട് ബാക്കിയുള്ളത് ചെയ്യാം. ഇതിൻ്റെ ഒരു പ്രോബ്ലം ഞാൻ പറഞ്ഞു തരാം. ആ പ്രോബ്ലം കഴിഞ്ഞിട്ട് നമുക്ക് തൽക്കാലം നിർത്താം. ഓക്കെ. ഇത് റിവൈസ് ചെയ്തിട്ട് നാളെ വീണ്ടും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോക്കിക്കോ. ഫൈൻഡ് ദ സൈസ് നേച്ചർ ആൻഡ് ഇത് ക്വസ്റ്റ്യൻ എഴുതിയെടുത്തേ നോട്ട്ബുക്കിൽ. Find the size, nature, position of image formed when an object of size 1 cm is placed at a distance of 15 cm from a concave mirror of focal length 10 cm. അപ്പോൾ റഫ് സ്റ്റെപ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് ഗിവൺ എഴുതിക്കേ. ഗിവൺ എന്തൊക്കെയാണ്? ഗിവൺ എന്ന് പറയുന്നത് കോൺകേവ് മിറർ. ഫസ്റ്റ് പോയിന്റ് കുഞ്ഞു പോയിന്റ് ആയിട്ട് എഴുതിയേ കോൺകേവ് മിറർ. സെക്കൻഡ് പോയിന്റ് എന്താണ്? സെക്കൻഡ് എന്താണ് തന്നേക്കണേ ഇതിൽ? പറഞ്ഞേ. സെക്കൻഡ് എന്താണ്? അല്ല, HOക്ക് മുമ്പ് മിററിൻ്റെ കാര്യം നോക്കിയേ. മിററിൻ്റെ എന്തൊക്കെ തന്നിട്ടുണ്ട് ഡീറ്റെയിൽസ്? ഫോക്കൽ ലെങ്ത് ഇസ് ഈക്വൽ ടു. അപ്പോൾ ഈ കോൺകേവ് മിറർ എന്ന് പറയുമ്പോൾ തന്നെ റഫ് വർക്ക് പിന്നെയും പോയി. വർക്ക് ഏരിയയിൽ ചെറുതായിട്ട് ഒരു കോൺകേവ് മിററും അതിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസും അതിൻ്റെ ഫോക്കസും സെൻറ്റർ ഓഫ് കർവേച്ചർ മാർക്ക് ചെയ്ത് ചെറുതായിട്ട് ഒരെണ്ണം മാർക്ക് ചെയ്തോ. അതിൻ്റെ ഫോക്കസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് പറഞ്ഞേ. കോൺകേവ് മിററിൻ്റെ നെഗറ്റീവ്. അപ്പോൾ ഫോക്കൽ ലെങ്ത് നമ്മൾ എങ്ങനെ എഴുതണം? F is equal to, വെരി ഗുഡ്, F is equal to -10. വെരി ഗുഡ്. പിന്നെ എന്താ തന്നേക്കുന്നത്? ഓബ്ജക്റ്റ് ഇസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 15 സെൻറ്റിമീറ്റർ. ഓബ്ജക്റ്റിന് അതിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ട് ചെറുതായിട്ട് ഒരെണ്ണം വരച്ചേ. ആ വർക്ക് ഏരിയയിലുള്ള പടത്തിൽ ചെറുതായിട്ട് വരച്ചേ. കുഞ്ഞൊരു അപ്പ് ആരോ ഇട്ടേ. എന്നിട്ട് 15 സെൻറ്റിമീറ്റർ എന്ന് മാർക്ക് ചെയ്ത് അതെന്താണ്? U ആണോ V ആണോ F ആണോ?
യു ആണ്. യു ഇസ് ഈക്വൽ ടു പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നെഗറ്റീവ്. വെരി ഗുഡ്. അപ്പോൾ യു ഇസ് ഈക്വൽ ടു -15 സെൻറ്റിമീറ്റർ എന്ന് എഴുതിയേ. സെൻറ്റിമീറ്റർ ഇടണം, അല്ലെങ്കിൽ അടിയാണ്. ചക്ക മാങ്ങ ഒക്കെയാണ് എനിക്ക് ഫില്ല് ചെയ്യാനാണെങ്കിൽ എല്ലാവർക്കും അടി കിട്ടും. ഓക്കെ, അടുത്തത് എന്താ തന്നേക്കണേ? ഓബ്ജക്റ്റ് സൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എച്ച് ഒ. എച്ച് ഒ പോസിറ്റീവ് ആയിരിക്കും നെഗറ്റീവ് ആയിരിക്കും? തല കുത്തനെയാണോ വെക്കണേ? പോസിറ്റീവ്. അപ്പോൾ പോസിറ്റീവ് 1 സെൻറ്റിമീറ്റർ എന്ന് എഴുതിയോ? അപ്പോൾ കോൺകേവ് മിറർ ആണെന്ന് അറിയാം. ഇനി എന്തൊക്കെ ടു ഫൈൻഡ് അണ്ടർലൈൻ ചെയ്തിട്ട് എഴുതിയിട്ടോ? സൈസ് ഉണ്ട്, നേച്ചർ ഉണ്ട്, പൊസിഷൻ ഓഫ് ഇമേജ് ഉണ്ട്. സൈസ് ഉണ്ട്, നേച്ചർ ഉണ്ട്, പൊസിഷൻ ഓഫ് ഇമേജ് ഉണ്ട്. സൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൈസ് എന്ന് പറഞ്ഞാൽ ഇസ് ഈക്വൽ ടു HI. എഴുതിയിട്ടോ? സൈസ് എന്ന് പറഞ്ഞാൽ HI. നേച്ചർ എന്ന് പറഞ്ഞാൽ നേച്ചർ ഇസ് ഈക്വൽ ടു വെർച്വൽ ആൻഡ് ഇറക്റ്റ് ഓർ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണോ എന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. നേച്ചർ മീൻസ് വെർച്വൽ, VE or RE എന്ന് എഴുതിക്കോ. VE or RI എന്ന് എഴുതിക്കോ. അത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കണേ. ഈ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കണ്ടുപിടിക്കണം നമ്മൾ? വെർച്വലി ഇറക്റ്റ് ആണോ അല്ല റിയൽ ഇൻവേർട്ടഡ് ആണോ എന്ന് കണ്ടുപിടിക്കണം. അതാണ് നേച്ചർ എന്ന് പറയുന്നത്. അടുത്തത് പൊസിഷൻ ഓഫ് ദി ഇമേജ് കാ മത്ലബ് ക്യാ ഹേ? എന്ത് എവിടെ ഇരിക്കണേ? ഇരിക്കുന്ന ചെയറിലായിരിക്കും ഇരിക്കണേ. എന്താണ് കണ്ടുപിടിക്കേണ്ടത് ഫിസിക്സിൽ? വി. പൊസിഷൻ ഓഫ് ദി ഇമേജ് വി ആണ്. വി. അപ്പോൾ അത് എഴുതിക്കോ. പൊസിഷൻ ഓഫ് ദി ഇമേജ് കാ മത്ലബ് വി എന്ന് എഴുതിക്കോ. വി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് കണ്ടുപിടിക്കാം? എന്ത് കണ്ടുപിടിച്ചാൽ ബാക്കിയെല്ലാം കണ്ടുപിടിക്കാം? അപ്പം വി കണ്ടുപിടിക്കാൻ നമ്മളുടെ കയ്യിൽ എന്ത് ആയുധമുണ്ട് മക്കളെ? മിറർ ഫോർമുല എഴുതിക്കോ. മിറർ ഫോർമുല പ്ലസ് ആണോ മൈനസ് ആണോ? 1/f is equal to വേഗം ഇത് 1/f is equal to 1/v plus 1/u എഴുതിക്കോ. അപ്പോൾ അതിന് ബാക്കി ഞാൻ പൂരിപ്പിക്കണോ? വേഗം ചെയ്തേ, കണക്ക് ചെയ്തേ. 1/-10 is equal to 1/v plus 1/u. പക്ഷേ u എന്താണ്? u is equal to -15. അപ്പോൾ അത് കറക്റ്റായിട്ട് ഫിൽ ചെയ്യണം. 1/v plus 1/-15 is equal to 1/-10. ഇനി 1/vനെ ഇവിടെ ഒറ്റയ്ക്കാക്കി. ഇവിടെ താഴെ മൈനസ് വരുന്നതിൻ്റെ അർത്ഥം എന്താണ്? അത് മുകളിലേക്ക് പോയി 1/v minus 1/15 is equal to -1/10 എന്ന് വരും. ഈ 1/vനെ നമ്മളിവിടെ ഒറ്റയ്ക്കാക്കി -1/15നെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അതിൻ്റെ അർത്ഥം എന്താ? -1/10 plus 1/15. LCM എടുക്കണം. അപ്പോൾ ഇത് അപ്പുറത്തും ഇപ്പുറത്തും കൊണ്ടുപോകേണ്ട LCM എടുക്കണം. LCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ആണ് ഇതിൻ്റെ LCM. അപ്പോൾ 10നെ 30 ആക്കണമെങ്കിൽ മുകളിലും താഴെയും 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ -3 എന്ന് വരും. പിന്നെ പ്ലസ് ഇവിടെ 30 ആക്കണമെങ്കിൽ മുകളിലും താഴെയും 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ 2 എന്ന് വരും. ഡിവൈഡഡ് ബൈ LCM which is 30. -3 + 2 is -1/30. മനസ്സിലായോ? നമ്മൾ പാരലൽ റെസിസ്റ്റൻസിൽ പഠിച്ചപ്പോഴത്തേക്ക് എല്ലാവരും തെറ്റിച്ചുകൊണ്ടിരുന്നത് ഓർമ്മയുണ്ടോ? ഇത് 1/v ആണ്, ഇറ്റ് ഇസ് നോട്ട് v. പാരലൽ റെസിസ്റ്റൻസിൽ നമ്മൾക്ക് കണ്ടുപിടിക്കുന്നത് 1/r ആണ്. അതിനെ തല കുത്തിയിട്ടാലേ നിങ്ങൾക്ക് റെസിസ്റ്റൻസ് കിട്ടുള്ളൂ. അതുപോലെ ഇതിനെ നമ്മൾ തല കുത്തി ഇടണം. v is equal to എന്താണ്? അപ്പോൾ 30/-1 അല്ല, -30. 30/-1 is -30. മനസ്സിലായോ? -30 ആണ്. നോക്ക്, അപ്പോൾ v നിങ്ങളുടെ റഫ് ഫിഗറിൽ v പോയി മാർക്ക് ചെയ്തേ. എവിടെയാണ് v വരുന്നത്? എവിടെയാ v വരുന്നത്? മിററിന്റെ ഫ്രണ്ടിലാണോ ബാക്കിലാണോ? മൈനസ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഫ്രണ്ടിലാണെന്നാണ് അർത്ഥം. മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിലാണെന്നാണ് അർത്ഥം. ഫോക്കസ് കഴിഞ്ഞിട്ടാണോ സെൻറ്റർ ഓഫ് കർവേച്ചർ കഴിഞ്ഞിട്ടാണോ എവിടെയാണ് വരുന്നത്? ഫോക്കസ് 10, സെൻറ്റർ ഓഫ് കർവേച്ചർ അപ്പോൾ എവിടെയായിരിക്കും? 20. v എന്ന് പറയുന്നത് 20 കഴിഞ്ഞാണ് വരുന്നത്. 30-ലല്ലേ വരണേ? അപ്പോൾ മനസ്സിലായോ മോളെ? മനസ്സിലായോ? മാർക്ക് ചെയ്തോ ഫിഗർ? അപ്പോൾ നോക്കിക്കോ, ഇതാണ് നമ്മുടെ കോൺകേവ് മിറർ എന്ന് പറയുന്ന സംഭവം. അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു? ഈ കോൺകേവ് മിററിൻ്റെ നമ്മൾ എന്താണ് മാർക്ക് ചെയ്തത്? ഇതിൻ്റെ ഫോക്കസ് മാർക്ക് ചെയ്തു 10. ഫോക്കസ്
-10 മാർക്ക് ചെയ്തു. ഫോക്കസ് -10 ആണെങ്കിൽ ഇത് -20 ആയിരിക്കും. ആണല്ലോ, -20 വന്നു. നമുക്ക് വി എന്ന് പറയണത് -30 കിട്ടിയത്. അപ്പോൾ ഇവിടെ ആയിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നത്. മിററിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ -30 ഇവിടെ ഫോം ചെയ്തു. തല കുത്തനെയായിരിക്കും ഫോം ചെയ്യുന്നത്. കാരണം റിയൽ ഇമേജസ് മുഴുവനും തല കുത്തനെയാണ്. മിററിൻ്റെ ഫ്രണ്ടിൽ ഫോം ചെയ്ത ഇമേജ് മുഴുവനും തല കുത്തനെയാണ് ഉണ്ടാവുന്നത്. മനസ്സിലായോ എങ്ങനെയാണ് സംഭവിച്ചതെന്ന്? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? ഓക്കെ, എല്ലാവർക്കും ഓക്കെ ആയോ? അപ്പോൾ -30 ബീനെ കിട്ടി. നമ്മളത് റഫായിട്ട് മാർക്ക് ചെയ്തു. നൗ അപ്പോൾ പൊസിഷൻ വീടെ കാര്യം അവിടെ വീടവിടെ ടിക്കിട്ടോ, വീടവിടെ ടിക്കിട്ടു. ഇനി എന്താണ് സൈസ് ഓഫ് ദ ഇമേജ്? സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെ അപ്പുറത്താണെങ്കിൽ സൈസ് എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞേ? സെൻറ്റർ ഓഫ് കർവേച്ചറിലെ സെയിം സൈസ്. സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെ അപ്പുറത്ത് കോൺകേവ് മിററിൽ എങ്ങനെയാണ്? വലുതാണോ ചെറുതാണോ? എൻലാർജ്. സൈസ് ഇസ് എൻലാർജ്ഡ്. എഴുതിക്കോ. അപ്പോൾ സൈസ് ഇസ് എൻലാർജ്ഡ്. എൻലാർജ്ഡ് എന്ന് മാത്രം എഴുതിയാൽ പോരാ. നമുക്ക് HO തന്നിട്ടുണ്ടെങ്കിൽ HI കണ്ടുപിടിക്കണം. HO തന്നിട്ടുണ്ടെങ്കിൽ മാത്രം HI കണ്ടുപിടിച്ചാൽ മതി. ഇല്ലെങ്കിൽ എൻലാർജ്ഡ് എന്ന് എഴുതിയാൽ മതി. ഓക്കെ, നേച്ചർ എഴുതിക്കോ. നേച്ചർ എന്തായിരിക്കും എന്ന് പറഞ്ഞേ? റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണോ വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആണോ? റിയൽ ആൻഡ് ഇൻവേർട്ടഡ് എഴുതിക്കോ. എന്നിട്ട് സൈസ് കണ്ടുപിടിക്കാം. സൈസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? സൈസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് സൈസിനെയും അതായത് HI HOനെയും വിനെ യുനെയും ബന്ധിപ്പിക്കുന്ന ഫോർമുല എന്താ? മാഗ്നിഫിക്കേഷൻ. മാഗ്നിഫിക്കേഷൻ രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാമല്ലോ. മാഗ്നിഫിക്കേഷൻ എങ്ങനെയൊക്കെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണേ? മാഗ്നിഫിക്കേഷൻ ഇസ് ഈക്വൽ ടു -V/U വിച്ച് ഇസ് ഈക്വൽ ടു HI/HO ആണല്ലോ. ആ ഫോർമുല എഴുതിക്കോ. മാഗ്നിഫിക്കേഷൻ വിച്ച് ഇസ് HI/HO ഇസ് ഈക്വൽ ടു -V/U. അറിയാവുന്നതെല്ലാം ഫില്ല് ചെയ്തോ. മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മാഗ്നിഫിക്കേഷൻ ഇസ് ഈക്വൽ ടു നമ്മൾ എങ്ങനെ എഴുതിയേ? -V/U എന്ന് എഴുതി. -V/U എന്ന് പറയുന്നത് എന്താണ്? -V/Uയിൽ മൈനസ് പുറത്തിടുക. V എന്ന് പറയുന്നത് -30 ആണ്. U എന്ന് പറയുന്നത് -15 ആണ്. പണ്ട് ഇവിടെ മുകളിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ -30/15 ഇസ് ഈക്വൽ ടു -2 എന്ന് കിട്ടും. ഇതേ -2 തന്നെയാണ് HI/HO എന്ന് പറയുന്നത്. അതിൽ HO തന്നിട്ടുണ്ട് വിച്ച് ഇസ് ഈക്വൽ ടു 1 സെൻറ്റിമീറ്റർ. അപ്പോൾ ആ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഹൈറ്റ് ഓഫ് ദ ഇമേജ് ഇസ് ഈക്വൽ ടു -2 × 1 വിച്ച് ഇസ് ഈക്വൽ ടു -2 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഇതിൽ ഇനി നോക്കിയേ, ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇതിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാറുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മൈനസും ഇതിൻ്റെ വാല്യൂവും തമ്മിൽ ബന്ധമില്ല. ഈ മൈനസിൻ്റെ അർത്ഥം മാഗ്നിഫിക്കേഷനിൽ മൈനസ് വന്നതിൻ്റെ അർത്ഥം അത് റിയൽ ആണ് എന്നുള്ളതാണ്. മാഗ്നിഫിക്കേഷനിൽ മൈനസ് വന്നതിൻ്റെ അർത്ഥം റിയൽ ആണെന്നുള്ളതാണ്. ഇതിൻ്റെ വാല്യൂ ഇസ് 2 സെൻറ്റിമീറ്റർ. അതായത് ഇമേജിൻ്റെ വലിപ്പം ഇസ് 2 സെൻറ്റിമീറ്റർ. ഇൻവേർട്ടഡ് ആണ്, 2 സെൻറ്റിമീറ്റർ ആണ്. അതായത് വലുതാണ്. സോ വലിയ ഇമേജാണ് കിട്ടിയത് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായോ? ഒബ്ജക്റ്റ് വലുതാണ് എന്നുള്ളതാണ് കിട്ടിയത്. മാഗ്നിഫിക്കേഷൻ നോക്കിയാൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് യു ഗോട്ട് ഇറ്റ് ആസ് -2. മാഗ്നിഫിക്കേഷൻ 1 ആണെങ്കിൽ ഇഫ് മാഗ്നിഫിക്കേഷൻ ഇസ് 1 എഴുതിക്കോ. ഇഫ് മാഗ്നിഫിക്കേഷൻ ഇസ് 1 സെയിം സൈസ് ഇമേജ് ഇസ് ഒബ്റ്റെയിൻഡ്. ഇഫ് മാഗ്നിഫിക്കേഷൻ ഇസ് ഗ്രേറ്റർ ദാൻ 1 bigger size of image is obtained. If magnification is less than 1 smaller size image is obtained. ഇനി ഇമേജിൻ്റെ എക്സാക്ട് സൈസ് എന്ന് പറയുന്നതാണ് HI എന്ന് പറയുന്ന സാധനം. അത് നമ്മൾ മാഗ്നിഫിക്കേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിച്ചു. മനസ്സിലായോ? ഓക്കെ ആണോ? യെസ്. ബിഗർ ഇമേജ്, മാഗ്നിഫൈഡ് ഇമേജ്. മാഗ്നിഫിക്കേഷൻ ലെസ് ദാൻ 1 ആണെങ്കിൽ ഡിമിനിഷ്ഡ് ഇമേജ്, കുഞ്ഞ് ഇമേജ്. ഓക്കെ, അടുത്ത പ്രോബ്ലം എഴുതിയെടുത്തോ. തനിയെ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിക്കോ. ക്ലാസ് കഴിഞ്ഞു. തനിയെ ചെയ്തിട്ട് എനിക്ക് ആൻസർ അയച്ചു തന്നെ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന്. റഫായിട്ട് ഇമേജ് എഴുതണം. അപ്പോൾ 2 ഹോംവർക്ക് ഉണ്ട്. എന്തൊക്കെ ഹോംവർക്ക്? അടുത്ത സാധനവും വേണം, അടുത്ത പ്രോബ്ലം ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം.
രണ്ടാമത്തേത് ഇമേജസ് എല്ലാം ഒരിക്കൽ കൂടി വരച്ചിട്ട് എനിക്ക് അയച്ചു തരണം. ഓക്കെ, റഫായിട്ട് വരച്ചാൽ മതി, കോമ്പസും ബാക്കി സാധനങ്ങളൊന്നും വേണ്ട, റഫായിട്ട് വരച്ചാൽ മതി. എന്നിട്ട് എനിക്ക് എന്ന് തന്നെ അയച്ചു തരണം. ഓക്കെ, ഓൾറൈറ്റ്. നാളെ കാലത്ത് 8:30 ക്ലാസ്. ഓൾറൈറ്റ്.